വയനാട്ടിലെ ഹയസ്റ്റ് ട്രെക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള ചെമ്പ്രയുടെ താഴെ മഞ്ഞ് മൂടിയ പഴയൊരു കെട്ടിടം. ചുറ്റും ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന 700 ഏക്കർ തേയിലത്തോട്ടം. പണ്ട് ഹോസ്പിറ്റലായിരുന്ന ഇവിടം ഹോസ്റ്റലായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇന്നിപ്പോൾ സോളോ ട്രാവലേഴ്സിൻ്റെയും ബാക്ക് പാക്കേഴ്സിൻ്റെയും ഒക്കെ മൺസൂൺ ഹോമാണ് ഹോസ്റ്റൽ പ്ലസ് വയനാട്. വയനാട് മേപ്പാടി എത്തിയിട്ട് ചെമ്പ്ര പീക്ക് റോഡിലേക്ക് കയറി ഒരു 5 കിലോമീറ്റർ മുന്നോട്ട് പോകണം. റൂട്ട് എൻഗേജിങ് ആയതുകൊണ്ട് തന്നെ അത്ര ബോറിങ് ഉണ്ടാവില്ല. അധികം വണ്ടികളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് മുളയും തേയിലയും കവുങ്ങും അങ്ങനത്തെ ഒരു ഏരിയ. ഇവിടെ ചെറിയൊരു ഗ്രാമം കൂടെ ഉണ്ട്. ഞാനൊരു 2022 വന്നിട്ടുണ്ട്. ഓഫീസ് ട്രിപ്പായിരുന്നു കോഴിക്കോട് വരയ്ക്കുന്ന സമയത്ത്. അന്ന് അത്രയും ഇതെന്താണെന്നൊന്നും അറിയില്ല. പിന്നീട് മനസ്സിലായി ഹോസ്റ്റലിൽ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു 1-2 ആളായിട്ട് വരിക, നിങ്ങൾ ടീമായിട്ട് വരിക. അത് അതിനൊരു ഐഡിയ അതാണ്. ലൈക്ക് ഒരുപാട് പേരായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത്. നമ്മുടെ പഴയ സത്രമില്ലേ, ആ സത്രം മൂടാണ്. വന്യജീവികളുണ്ട്. രാത്രി യാത്ര ചെയ്യുമ്പോൾ നോക്കുന്ന ബോർഡൊക്കെ ഉണ്ട്. ചേട്ടാ ഹോസ്റ്റല് നേരെ ഈ റോഡ് നോക്ക്. എന്താ മൂട്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു കാലാവസ്ഥ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡൊക്കെ കോട ഉണ്ടാവും കേട്ടോ. യെസ്, അപ്പം നമ്മളിവിടെ എത്തി. ഒരു ഇത്രയോ കാലം എടുത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. അതായത് 4 വർഷത്തോളമായിട്ട് അവരിതിങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് പർപ്പസ്ഫുള്ളി ഇങ്ങനെ ആക്കിയതാണ്. ഓഫ് റോഡ് ആയിട്ട് കിടന്നോട്ടേതാണ്. It is hostel. Yes, finally we reach here. വൈകുന്നേരത്തെ മഴ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അതിനുശേഷമുള്ള മഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്ര അടിപൊളിയായിരുന്നു. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പുറത്ത് 2 ബിൽഡിങ് പുതുതായിട്ട് പണിയുന്നുണ്ട്. അല്ലാണ്ട് അങ്ങനെ വലിയൊരു ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 2022 വന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഒരു മാറ്റമില്ല. നല്ലൊരു മുള്ള് കിട്ടിയിട്ടുണ്ട് അവർക്ക്. മുള്ളം പന്നീരെടുത്ത് ആ മൂടും ആ മഴയും. അന്ന് മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അതേപോലെ തന്നെ നല്ലൊരു മഴ കിട്ടി. പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മളെ സോക്കറില്ലേ, ഫൂസ്ബോള് അതേപോലെ ക്യാരംസ്, പിന്നെ ഒരു കട്ടയം ഉള്ളൊരു കളിയും കൂടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഏരിയയാണ് ഇവർ ഇപ്പോൾ ക്യാമ്പിങ്, അതേപോലെ നമുക്കിപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, പാട്ട് പാടാനൊക്കെ വരുന്ന ക്യാമ്പിങ് തന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡോർമെറ്ററി സിസ്റ്റമാണ് ഇവിടെ മെയിൻലി ആൾക്കാർ ചൂസ് ചെയ്യുക. എമൗണ്ടും കുറവാണ്. ഞാൻ ഇപ്പോൾ എടുത്തത് എനിക്കൊന്ന് 600 സംതിങ് ആണ്. 8 ബെഡ് ഉണ്ട് ഒരു റൂമിൽ. പക്ഷെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ബാക്കിയുള്ള നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇവിടെ നമുക്ക് ലഗേജസ് ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൂമിൻ്റെ ആംബിയൻസിന് ഒരു വൈറ്റ് ടച്ച് ആയിട്ടുള്ളതാണ്. യെസ്, ഹിയർ ഐ ആം. ഇറ്റ്സ് മീ അർഷദ് OM with Sony A7M4 and DJI Mic Mini G Master 16mm lens. ബൈ ഇതേതൊരു തൊലിഞ്ഞ ടീഷർട്ട് രസമില്ല അല്ലല്ലോ. ഇല്ല, നമുക്ക് ബെഡിന് അടുത്തായിട്ട് തന്നെ ഒരു ലൈറ്റ് സോഴ്സ് വരുന്നുണ്ട്, ഒരു പ്ലഗ്. അതുപോലെ തന്നെ ഒരു ചാർജ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ അതുണ്ട്. ഇതാണ് ബാത്റൂം വരുന്നത്. നല്ല സ്പേസ് ഉള്ള ബാത്റൂം. പോകുമ്പോൾ അടച്ചിട്ട് പോയല്ലേ, പട്ടി കൂടെ കിടക്കാനുണ്ടാവും, അതാണ് പറഞ്ഞത്.
ഫ്ലൈറ്റ് പോകുന്ന വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പരിചയപ്പെട്ട എല്ലാവരുടെയും സ്റ്റോറി എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്ത്. ആൾക്കാരും സ്റ്റോറീസൊക്കെ രസമായിരുന്നു. എനിക്കുണ്ടായിരുന്നു കുറച്ച് പറയാൻ. സമയം 11 ആയപ്പോൾ തന്നെ മുസ്തഫക്ക് കഥ പറഞ്ഞു തുടങ്ങി. ഫസ്റ്റ് ഇവിടെ തന്നെ ജനിച്ച ഞാൻ ഈ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കളൊക്കെ പാലക്കാട്ടുകാരാണ്. ഇവിടെ എസ്റ്റേറ്റ് ജോലിക്കായിട്ട് വന്നവരാണ്. ഇത് വളർന്നെല്ലാം ഈ ചെമ്പ്ര പീക്കിൻ്റെ അടിവാരത്താണ്. അവിടെ അത്യാവശ്യം കുറേ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. എസ്റ്റേറ്റ് മേഖലയിൽ ജോലിയുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ ഭാഗത്ത് ഈ താമസക്കാരായിട്ട് ആരുമില്ല. മുസ്തഫാക്കൻ്റെ കഥകളൊക്കെ കേട്ട് ഉറങ്ങുന്ന സമയം 12:30. മനസ്സോടെ രാവിലെ എണീറ്റത് 6:30 ആയപ്പോൾ. ഉറങ്ങണം നല്ല ആഗ്രഹമാണ്, പക്ഷെ വന്നത് അതിനല്ലല്ലോ. സോ അതുകൊണ്ട് മാത്രം എണീറ്റാം. പക്ഷെ എണീറ്റ് സ്ഥലവും സമയവും 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കോളനി ആയിരിക്കുന്ന സമയത്ത് ഈ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിട്ടുള്ള സ്കൂളും അതേപോലെ തന്നെ ആശുപത്രിയും ഒക്കെ ഇവരിവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്കൂളുണ്ട്. സ്കൂൾ പക്ഷേ ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. താഴത്തോട്ട് അവർ മാറ്റാൻ നോക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ചേഞ്ച് ആവും. അന്ന് അത്രയും ഹോസ്പിറ്റൽസ് ഒന്നുമില്ലല്ലോ. സോ പുറത്ത് പിന്നീട് ഹോസ്പിറ്റൽസ് ഒരുപാട് വന്ന സമയത്ത് ആളുകൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു നീഡ് ഇല്ലാണ്ടായി. അങ്ങനെ ഇവിടെ അടച്ചു പൂട്ടുകയും പിന്നീട് അതിന് ശേഷം 2000-ൽ പുതിയൊരു മാനേജ്മെൻറ്റ് ഇത് വാങ്ങിക്കുകയും ചെയ്തു. ഹോസ്റ്റൽ പണിയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ 2000-ലല്ല ഹോസ്റ്റൽ പണിയുന്നത്, അതിന് ശേഷമാണ് 2018 പിന്നെ കോവിഡ് വന്നു. ആ സമയത്ത് ഒന്ന് ഹോൾഡായി. ആ കോവിഡിന് ശേഷം പിന്നീട് ഇത് ഭയങ്കര നോർമലായി. എല്ലാവരും എത്തിത്തുടങ്ങി. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ കിടക്കുന്ന റൂം എന്ന് പറയുന്നത് അതൊരു പഴയ വാർഡാണ്. നമ്മൾ റിസപ്ഷൻ കിടക്കുന്നത് കൗണ്ടറും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററാണ്. നമ്മൾ ലഗേജൊക്കെ വെക്കുന്ന ഏരിയ ഓപ്പറേഷൻ തിയേറ്ററാണ്. അതേപോലെ തന്നെ ഇവിടെ മോർച്ചറി ഉണ്ടായിരുന്നു, അത് എല്ലാം ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഒന്ന് കാണാൻ കഴിയും. ഒരു കാലഘട്ടത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ചേഞ്ചും എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്ന മുസ്തഫാക്ക മൂപ്പർ ഇവിടെ തന്നെ ജനിച്ചു, ഇവിടെ തന്നെ വർക്ക് ചെയ്തു, ഇവിടെ തന്നെ എപ്പോഴും ഉണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും മുസ്തഫാക്കനെ. സോ ദാറ്റ്സ് ദ ബ്യൂട്ടി. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഞാനും ജയും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി കുളിച്ചിട്ട് ചുറ്റുള്ളതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഡ്രോൺ പൊക്കി നോക്കി. ചുറ്റുള്ളത് പോയിട്ട് അടുത്തുള്ളത് പോലും കാണാൻ പറ്റുന്നില്ല. അത്രയും കോട. എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ഞാൻ ഇത്രയും കാലം ഇങ്ങനത്തെ സാധനം അനുഭവിച്ചിട്ടില്ല. കാരണം ഡ്രോൺ പൊങ്ങിയിട്ട് ഇത് ലൈക്ക് 110 മീറ്ററോളം മേലോട്ട് പൊങ്ങി. എന്നിട്ടിത് കോട കവർ ചെയ്ത് നിൽക്കുകയാണ്. ജയ് നോർമലി നടക്കാൻ പോകുന്ന ഏരിയയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവനോട് ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതം. ലൈക്ക് ഞാൻ ഭയങ്കര പേടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒറ്റയ്ക്ക് വരികയാണ്, ആരെങ്കിലും ഒരാൾ പോകണം. നടന്നു കഴിഞ്ഞപ്പോൾ ജയ്യാ പറഞ്ഞത് ചായ കുടിക്കാൻ സുരേഷേട്ടൻ്റെ കടയിൽ പോകുന്നു. ട്രക്കിംഗ് പോയിൻ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ട്രക്ക് ചെയ്യാൻ വരുന്നവരും ഹോസ്റ്റലിൽ വരുന്നവരും മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ ഹോസ്റ്റലിലുള്ളവർ മാത്രമേ ഉള്ളൂ. ട്രക്കിങ്ങിനോട് താല്പര്യമുള്ളവർ വേഗം കയറി ഇറങ്ങും. താല്പര്യമില്ലാത്തവർ പോകുമ്പോൾ ചീത്തയും പറഞ്ഞിട്ട് പോകും. 800 റുപ്യ വാങ്ങി വെച്ച് 3-4 മണിക്കൂറും പോയി എന്ന് പറഞ്ഞിട്ട് ചീത്തയും പറഞ്ഞിട്ട് പോകും. വന്യജീവിത കടയൊക്കെ ആന കുത്തി പൊളിച്ചതാ. ഈ ഡോറൊക്കെ കുത്തി പൊളിച്ചാ. ഡോറ് അത് ആ സൈഡൊക്കെ കുത്തി പൊളിച്ചാ. അവിടെ കട്ടണിട്ടില്ലേ. അപ്പോൾ വന്യജീവികളെ നോക്കിയിട്ട് കാര്യമില്ല. ഐറ്റങ്ങൾ വരുന്നു പോകുന്നു. നേരത്തെ ചെക്കൗട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് താഴോട്ടിറങ്ങി. മുസ്തഫാക്ക പറഞ്ഞ പഴയ ചെമ്പ്രയുടെ കഥകളിലുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റി. മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അത്രയും വിസിബിൾ ആയിരുന്നില്ല. ഇത്തവണ ഹോസ്റ്റലിൽ വന്നപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ജയന്ത്, നിക്കി, ജയ്, പിന്നെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് നല്ല ഓർമ്മകളായി തിരിച്ചറിയുന്ന ഏതൊരു സ്ഥലത്തോടും പറയുന്ന പോലെ ഞാൻ ഇനിയും വരും ഇതൊക്കെ കാണാൻ.